ശാന്തിപൂരിലേക്ക് പോകുന്നവരെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ആ എക്സിബിഷൻ കണ്ട് നിന്നുപോകും. ഇതുപോലെയാണ് ഒരു ദിവസം രാത്രി ബലദേവ് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഈ പ്രേതങ്ങളുടെ എക്സിബിഷനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ചേട്ടാ, അവിടെ കണ്ടില്ലേ, അവിടെ ഒരു എക്സിബിഷൻ ഉണ്ട്. ചേട്ടാ, സമയം എന്താന്ന് കണ്ടില്ലേ, പണി 12 അതും സിറ്റിയും കഴിഞ്ഞിട്ട് ഇത്ര വലിയ എക്സിബിഷൻ ആരിടാനാ? എനിക്കെന്ത് സംശയമുണ്ട്. അതെന്തങ്ങനെ പറയുന്നത്? എന്റെ കണ്ണു മുമ്പ് തന്നെ എങ്ങനെ ഇത്ര വലുതുണ്ടല്ലോ. എനിക്കും കാണുന്നുണ്ട് ബ്രോ, പക്ഷെ എനിക്കെന്തോ ഇത് ശരിയില്ലെന്ന് തോന്നുന്നു. എന്ത് ശരി, എന്ത് തെറ്റ്? എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. പിന്നെ എക്സിബിഷനിൽ വിധവിധമായുള്ള ഭക്ഷണങ്ങളുണ്ടാവും. നീ എന്റെ കൂടെ വായോ. എനിക്ക് തോന്നുന്നു ഇതിന് മേലിലോ ഹോട്ടലോ ഒരു ചായക്കട പോലും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് നീ വാ. ശരി. ബലദേവും വീരേന്ദ്രനും കാറിൽ നിന്നും ഇറങ്ങി ആ എക്സിബിഷൻ കാണാനായി ചെന്നു. അവർ ആ ഗേറ്റിനരികിലേക്ക് ചെന്നതും തന്നെ അവിടെ നിന്നുകൊണ്ടിരുന്നവരെല്ലാരും അവരെ നോക്കാൻ തുടങ്ങി. ഇത് വളരെ വ്യത്യാസമായിട്ടുണ്ടല്ലോ. എങ്കിലും അവരെ ആരെയും ശ്രദ്ധിക്കാതെ അവർ കഴിക്കാനായി റെസ്റ്റോറന്റിലേക്ക് ചെന്നു. ചേട്ടാ, ചിക്കനിൽ എന്തുണ്ട്? പെപ്പർ ചിക്കൻ, ചില്ലി ചിക്കൻ, തന്തൂരി ബിരിയാണി. എനിക്കൊരു ചിക്കൻ ബിരിയാണി, ഒരു തന്തൂരി. പിന്നെ വീരേന്ദർ, നിനക്കെന്താ വേണ്ടത്? എനിക്കും ബിരിയാണി മതി. ശരി. വീരേന്ദർ ആ കടക്കാരനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ആ ഹോട്ടൽക്കാരൻ എന്തോ വ്യത്യാസമായ രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരുന്നു. ബലദേവ്, നീ അവനെ കണ്ടില്ലേ? അവൻ നടത്തം തന്നെ ശരിയില്ല. ഇരിക്കാം, അവന്റെ കാലിൽ എന്തെങ്കിലും മുറിവാട്ടിട്ടുണ്ടാവും. നീ പറയുന്നത് ശരിയാണ്. അതിനുശേഷം വീരേന്ദർ അവിടെയുള്ള മറ്റു ജനങ്ങളെ നോക്കി. അവിടെയുള്ളവരെല്ലാരും വളരെ വ്യത്യാസമായ രീതിയിൽ കാലുകൾ വലിച്ചു വലിച്ചു നടന്നു. ഇവിടെ എന്ത് പ്രശ്നമുണ്ട് ചേട്ടാ? ഇപ്പൊ എന്ത് പറ്റി? ഇവിടെ എല്ലാവരും ഒരേപോലെയാണ് നടത്തം. ബൽദേവും അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഹോട്ടലിന്റെ ഓണർ അവർ പറഞ്ഞ ആഹാരം കൊണ്ടുവന്നു. ഇതാ നിങ്ങളുടെ ഓർഡർ. വീരേന്ദർ, വേഗം കഴിക്കാൻ തുടങ്ങ്. നമുക്ക് പോണം, വേഗം പോണം. ശരി. കൂട്ടുകാർ രണ്ടുപേരും കഴിക്കാൻ തുടങ്ങി. ഹോട്ടൽ ഓണർ അവർ രണ്ടുപേരെയും തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. വീരേന്ദർ അദ്ദേഹം നോക്കുന്നത് ശ്രദ്ധിച്ചു. പക്ഷെ അവൻ അതൊരു കാര്യമാക്കാതെ ആഹാരം കഴിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു സമയത്തിനകം തന്നെ രണ്ടുപേരും കഴിച്ചു തീർന്നു. ചിക്കൻ വളരെ നന്നായിട്ടുണ്ട് സുഹൃത്തേ, വളരെ നന്നായിട്ടുണ്ട്. ഹോട്ടൽ ഓണർ ഒന്നും സംസാരിക്കാതെ കാശ് വാങ്ങി. എന്നിട്ട് അവർ രണ്ടുപേരും എക്സിബിഷനിൽ നിന്നും പുറത്തു പോകാനായി ഗേറ്റിനരികിലേക്ക് ചെന്നു. അവർ ഗേറ്റിൽ നിന്നും പുറത്തു പോകാൻ ശ്രമിച്ചപ്പോൾ ആ ഹോട്ടൽ ഓണർ അവർ രണ്ടുപേരെയും വിളിച്ചു. നിൽക്കോടെ. രണ്ടുപേരും നിന്നു. ഹോട്ടൽ ഓണർ അരികിലേക്ക് വന്നു. നിങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിന്റെ സ്പെഷ്യൽ ഐറ്റം കഴിച്ചില്ലല്ലോ. ഹോട്ടൽ ഓണർ അവരുടെ മുൻപിൽ ഒരു പ്ലേറ്റ് കൊണ്ടുവന്ന് വെച്ചു. അതിൽ ഒരു തുണി മൂടിയിട്ടുണ്ടായിരുന്നു. എന്തായത്? എന്താ സ്പെഷ്യൽ തോന്നുന്നു. ബലദേവ് വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അവൻ ആ പ്ലേറ്റിൽ മൂടിയിരുന്ന ആ തുണി എടുത്തു നോക്കി. അത് കണ്ടിട്ട് അവൻ ആശ്ചര്യത്തിലായി പോയി. ഇല്ല. ആ പ്ലേറ്റിൽ ആ ഹോട്ടൽ ഓണറിന്റെ തലയുണ്ടായിരുന്നു. രണ്ടു കൂട്ടുകാരും അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ തൊട്ടടുത്തുണ്ടായിരുന്ന എല്ലാവരും അവരുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവരെല്ലാരും പ്രേതങ്ങളായി മാറി. പ്രേതങ്ങളെല്ലാം ഒന്നിച്ചുകൂടി അവർ രണ്ടുപേരെയും ചൂഴ്ന്നു നിന്നു. പിന്നെ അവരെല്ലാരും അവർ രണ്ടുപേരുടെ ശരീരത്തിൽ നിന്നും കാലും കയ്യും എല്ലാം തനിയെ ആക്കി മാറ്റി. പ്രേതങ്ങൾ അവരുടെ മാംസം കഴിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ചു സമയത്തിനകം തന്നെ അവർ രണ്ടുപേരുടെ ശരീരത്തിലും വെറും എലുമ്പ് മാത്രമായിരുന്നു ബാക്കിയുള്ളായിരുന്നത്. ദിവസവും രാത്രി ഈ എക്സിബിഷൻ ഇങ്ങനെയായിരിക്കും. പിന്നെ ഓരോ രാത്രിയും ആരെങ്കിലും ഒരാളെ ഈ എക്സിബിഷനിൽ പ്രേതങ്ങൾ കഴിക്കും. ഇതുപോലെ മറ്റൊരു രാത്രി എന്തു സംഭവിച്ചെന്നാൽ ഷിക തനിച്ച് തന്റെ കാറിൽ ആ വഴിയിൽ പോകുന്നുണ്ടായിരുന്നു. ആ എക്സിബിഷന്റെ അലങ്കാരം കണ്ട് അവളും അവിടെ നിന്നു. അവൾ തന്റെ ഭർത്താവിനോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. ഹലോ വിക്രം, ഇവിടെ ഗ്രാമത്തിൽ ഒരു എക്സിബിഷൻ ഇട്ടിട്ടുണ്ട്. ഇത്രയും ലേറ്റ് നൈറ്റിൽ എങ്ങനെ എക്സിബിഷൻ നടത്തുക? എനിക്കെങ്ങനെ അറിയാം? അതെന്റെ കണ്ണു മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെയാണോ? നീ ഓൾറെഡി വല്ലാതെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ എക്സിബിഷനിൽ കഴിക്കാൻ വല്ലത് എന്തെങ്കിലും ഉണ്ടാവും. സോ നീ പോയി നോക്ക്. അതെ, തീർച്ചയായും. അപ്പൊ നീ അകത്തേക്ക് പോ. ശരി. ഷികയും കാറിൽ നിന്നും പുറത്തിറങ്ങി. എന്നിട്ട് അവൾ എക്സിബിഷനിലേക്ക് ചെന്നു.
അവൾ അകത്തേക്ക് പോയതും തന്നെ ജനങ്ങളൊക്കെ അവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അവൾ അപ്പോഴും വിക്രമിനോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. ഇവിടെ എന്തോ വ്യത്യാസമായി തോന്നുന്നു. എന്തു പറ്റി? എല്ലാരും വളരെ വ്യത്യാസത്തോടെ എന്നെ നോക്കുന്നു. നീ എപ്പോഴും എങ്ങനെയാണ് എല്ലാരും നിന്നെ തന്നെയാണ് നോക്കുന്നു പറയുക? നിന്നെ നീ തന്നെ ഹീറോ എന്ന് പറയുകയാണോ? അങ്ങനെയെല്ലാം ഒന്നുമില്ല വിക്രം, എന്തോ വ്യത്യാസം തോന്നുന്നു. ഒന്ന് നിൽക്ക്, ഞാൻ നിനക്ക് വീഡിയോ കോൾ ചെയ്യാം. ശിഖ വിക്രമിന് വീഡിയോ കോൾ ചെയ്തു. നോക്ക്, എന്റെ പുറകിൽ ഒരു ലേഡി നിൽക്കുന്നില്ലേ? അവർ കണ്ണു തുറച്ച് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അദ്ദേഹവും തന്നെ. നീ അതൊക്കെ വിട്ടേക്ക്, നീ എന്തെങ്കിലും കഴിക്കാൻ വല്ലതും നോക്ക്. അവിടുന്ന് വേഗം പുറപ്പെട്ടോ. അതാണ് ശരിയെന്ന് തോന്നുന്നു. ശിഖ ഒരു സ്റ്റാളിനരികിലേക്ക് ചെന്നു. ചേട്ടാ, ഒരു പുലാവ് പാക്ക് ചെയ്തു തരൂ. ശരി. കുറച്ചു സമയത്തിനകം ആ ഹോട്ടൽ മുതലാളി ശിഖയുടെ കയ്യിൽ പാർസൽ നൽകി. ശിഖ ഇപ്പോഴും വിക്രമിനോടൊപ്പം വീഡിയോ കോളിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. ശിഖ കടക്കാരന് കാശ് നൽകി. എന്നിട്ട് വണ്ടി നോക്കി അവൾ ചെന്നുകൊണ്ടിരുന്നു. പക്ഷെ അതിനു മുൻപേ, അതായത് അവൾ ഗേറ്റ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പേ, ആ ഹോട്ടൽ ഓണർ അവളെ വിളിച്ചു. മാഡം. ശിഖ അവിടെ നിന്നു. നിങ്ങൾ ഞങ്ങളുടെ സ്പെഷ്യൽ ഡിഷ് കഴിക്കാതെ പോകരുത്. ആ ഹോട്ടൽ ഓണർ ശിഖയുടെ മുൻപിലും ഒരു പ്ലേറ്റ് കൊണ്ടുവന്ന് കാണിച്ചു. അതിൽ തുണി മൂടിയിട്ടുണ്ടായിരുന്നു. വിക്രം, ഇവിടെ എന്തോ സ്പെഷ്യൽ ഉണ്ടെന്ന് തോന്നുന്നു. വിക്രം ആ വീഡിയോ കോളിൽ എല്ലാം കാണുന്നുണ്ടായിരുന്നു. ശിഖ ആ പ്ലേറ്റിൽ നിന്നും ആ തുണി എടുത്ത ഉടൻ തന്നെ അവൾ നീല വിളിച്ചു കരഞ്ഞു. ആ പ്ലേറ്റിൽ ഹോട്ടൽ ഓണറിന്റെ തലയുണ്ടായിരുന്നു. അത് ചിരിച്ചുകൊണ്ടിരുന്നു. വേഗം ഓട്. ശിഖ അവിടെ നിന്നും ഓടാൻ ശ്രമിച്ചു. പക്ഷേ പ്രേതങ്ങളെല്ലാം തന്നെ അവളെ വളഞ്ഞുകൂടി. പ്രേതങ്ങൾ അവരുടെ ഒറിജിനൽ രൂപത്തിലേക്ക് എത്തി. എന്നിട്ട് പ്രേതങ്ങൾ ശിഖയെയും പീസ് പീസാക്കി മാറ്റി. എന്നിട്ട് അവളെ കഴിക്കാൻ തുടങ്ങി. ഇതെല്ലാം തന്നെ വീഡിയോ കോളിൽ വിക്രം കാണുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ വിക്രം അവിടേക്ക് ചെന്നപ്പോൾ അവിടെ ശിഖയുടെ കാറും പിന്നെ എലുമ്പുകളും ഉണ്ടായിരുന്നു. ആ എലുമ്പുകൾ കയ്യിലെടുത്ത് വിക്രം കരയാൻ തുടങ്ങി. കുറച്ചു ദിവസം വരെ വിക്രം സങ്കടത്തിലായിരുന്നു. അവന്റെ ഭാര്യ ശിഖ ഇപ്പോൾ ജീവനോടെ ഇല്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൻ നോർമലായി മാറി. ആ എക്സിബിഷനിൽ നടന്ന സംഭവങ്ങൾ അവന്റെ മനസ്സിലുണ്ടായിരുന്നു. ആ പ്രേതങ്ങൾ അവളെ കഴിച്ചുകൊണ്ടിരുന്നു. ഇതിനൊക്കെ ഞാൻ പകരം വീട്ടും. പിന്നെ അതേ തീരുമാനത്തോടെ വിക്രം വീണ്ടും അതേ സ്ഥലത്തേക്ക് ചെന്നു. പക്ഷേ പകൽ സമയത്ത് അവൻ അടുത്തുണ്ടായിരുന്നവരോടൊക്കെ തിരക്കി നോക്കി. വളരെ കൊല്ലം മുമ്പ് ഇവിടെ ഒരു എക്സിബിഷൻ ഇട്ടിരുന്നു. ആ എക്സിബിഷന് തീ പിടിച്ചപ്പോ അവിടെ ഉള്ളവരെല്ലാരും മരിച്ചുപോയി. അന്ന് മുതൽ അവിടെ എല്ലാ രാത്രിയും എക്സിബിഷൻ ഉണ്ടാവും. പിന്നെ അതിൽ ഏതെങ്കിലും ഒരാൾ അവിടുന്ന് ബലിയാവും. ഇനി ശിഖയ്ക്ക് സംഭവിച്ചതുപോലെ ഇനി ആർക്കും അവിടെ സംഭവിക്കാൻ പാടില്ല. വിക്രം ഒരു വലിയ മഹാജ്ഞാനിയെ കാണാനായി ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് നടന്നതൊക്കെ പറഞ്ഞു. അവിടെ പഞ്ചമഹാഭൂതങ്ങളുടെ പൂജ ചെയ്ത് അവിടെയുള്ള പ്രേതങ്ങൾക്ക് ശാന്തി കൊടുക്കണം, എന്നാലേ നടക്കുള്ളൂ. എന്നാ പുറപ്പെട്ടോ. ഇന്ന് പറ്റില്ല. പൗർണിമ എപ്പോഴാണോ അന്നേ പൂജ ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് രാത്രി തീർച്ചയായിട്ടും എക്സിബിഷൻ നടക്കും. അപ്പൊ പ്രേതങ്ങൾ ബലവീനായിട്ടുണ്ടാവും. ശരി. പൗർണമി രാത്രി ദിവസം വിക്രം എല്ലാ ഏർപ്പാടുകളും ചെയ്തു. ആ എക്സിബിഷന് പുറത്ത് അവർ പൂജ ചെയ്യാൻ തുടങ്ങി. പിന്നെ വലിയ ജ്ഞാനിയോടൊപ്പം ചേർന്ന് വീണ്ടും 2 ജ്ഞാനികളും ചേർന്ന് മന്ത്രം ചെയ്യാൻ തുടങ്ങി. ഓം ജഗായ നമ, ഓം ആകാശ നമ, ഓം വായു നമ, ഓം ഭൂമി ദേവി നമ, ഓം അഗ്നി ദേവിയെ നമ. പഞ്ചമഹാഭൂതങ്ങളുടെ മന്ത്രം കാരണം പ്രേതങ്ങൾക്ക് വലിയ ശല്യമായി മാറി. നിർത്തൂ, ഇതൊക്കെ നിങ്ങൾ നിർത്തൂ. ആ ആത്മാക്കൾക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. പക്ഷേ ജ്ഞാനികൾ മന്ത്രം പറയുന്നത് നിർത്തിയില്ല. പിന്നെ ഒരുപാട് മണിക്കൂറത്തെ പൂജയ്ക്ക് ശേഷം പ്രേതങ്ങൾ ഓരോരുത്തരായി പതുക്കെ പതുക്കെ മറയാൻ തുടങ്ങി. പിന്നെ ആ പ്രേതങ്ങളുടെ എക്സിബിഷനും കാണാതെയായി. വിക്രം, ഇനി ഇവിടെ എക്സിബിഷൻ നടക്കുകയില്ല. പക്ഷെ നിന്റെ ശിഖയും തിരിച്ചു വരില്ല. പക്ഷെ ഇനി ആർക്കും ഇവിടെ ഒരു സംഭവിക്കുകയോ ഇല്ല. നന്ദി.
നന്ദി പൂജാരിയെ, നന്ദി. വിക്രം കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഒരു വിധത്തിൽ അവന് സന്തോഷം. പ്രേതങ്ങളുടെ എക്സിബിഷന് തീരുമാനമായി.